പേരാമ്പ്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 10,000ങ്ങളാണ് ആ കൺവെൻഷനിൽ പങ്കെടുത്തത്. കൺവെൻഷന് തൊട്ട് പിന്നാലെ പേരാമ്പ്ര നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ടി.പിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആയിരങ്ങളാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നഗരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളുമായി ആയിരക്കണക്കിന് പേർ ഈ റോഡ് ഷോയെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി, ടി.പിയെ വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സമാനതകളില്ലാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയ MLA കൂടിയാണ് ടി.പി. അദ്ദേഹം ആദ്യഘട്ടത്തിൽ മന്ത്രിയായിരുന്നു. ഇപ്പോൾ ടി.പി. രാമചന്ദ്രനെ നമ്മോടൊപ്പം ചേർന്ന് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ അഭിവാദ്യം നടക്കട്ടെ. ടി.പി., എങ്ങനെയാണ് പേരാമ്പ്രയിലെ ജനങ്ങൾ അങ്ങയെ വരവേൽക്കുന്നത്? ജനങ്ങൾ അവരുടെ ജീവിതാനുഭവമാണ് അവരെ ഈ ആവേശകരമായ പ്രതികരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഈ 10 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ നടപടികൾ, ഇതെല്ലാം ജനങ്ങളുടെ ജീവിതാനുഭവമാണ്. പേരാമ്പ്രയുടെ ശേഷിക്കുന്ന വികസന പ്രശ്നങ്ങൾക്കും ഇതോടുകൂടി പരിഹാരമാവുകയാണ്. ആ ബോധ്യമുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് അടയാളം. എല്ലാ കാലത്തും ജനങ്ങൾക്ക് അനുഭവമുള്ളൊരു മഹത്തായ ചിഹ്നമാണിത്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ വിജയം ഉറപ്പുവരുത്താൻ പേരാമ്പ്ര മണ്ഡലത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഇളകി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ കൺവെൻഷനും റോഡ് ഷോവും തെളിയിക്കുന്നത്. പേരാമ്പ്ര ബൈപ്പാസ് ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാനുണ്ട് ഇവിടെ, അല്ലേ? പേരാമ്പ്ര ബൈപ്പാസ്, സ്കൂള്, ആരോഗ്യ മേഖല, എല്ലാ മേഖലകളും, റോഡ്, പാലങ്ങൾ എല്ലാം വലിയ മുന്നേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മുന്നേറ്റം നേരിട്ട് അനുഭവപ്പെട്ടുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ മുന്നേറ്റമാണ് ഇന്ന് പേരാമ്പ്ര ദർശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയം. ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടും. ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തേക്കാളും കൂടും. ഈ അനുഭവമുള്ള ജനതകൾ ഒന്നിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആശംസകളും.